ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂൽ ജനിച്ച് ഹബീബിന് ഏതാനും ദിവസങ്ങൾ മാത്രം ഉമ്മ ആമിന ബീവി പാല് കൊടുത്തിട്ട് ഹബീബിന് പാല് കൊടുക്കാൻ വേണ്ടി ഹലീമത്തു സഅദിയ എന്ന് പറയുന്ന ഒരു മഹദിയുടെ അരികത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഹലീമ സഅദിയ ബീവി താമസിച്ച വീടും അതിൻ്റെ പരിസരങ്ങളൊക്കെ സൗദി അറേബ്യയിലെ തായിഫിൽ ചെന്നാൽ അവിടത്തുകാർ കാണിച്ചു തരും. ആ ഒരു പ്രദേശമൊക്കെ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഹലീമ ബീവി പറയാണ്, അത്ഭുതം, ഞാൻ ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോൾ ആദ്യമായി ഞാൻ ചെന്നത് ഈ കുഞ്ഞിനെയും എടുത്ത് കഅബാലയത്തിൻ്റെ അരികത്തേക്കാണ്. തസഅസഅൽ ഹജറുൽ അസ്വദു ഫൽതസഖ ബിവജ്ഹി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. കഅബാലയത്തിൻ്റെ അരികത്ത് ഹജറുൽ അസ്വദ് കഅബയിലെ ഭാഗമാണ് അല്ലേ, ബാബിൻ്റെ അടുത്ത്. ഹജറുൽ അസ്വദിൻ്റെ അരികത്തേക്ക് ഹബീബിനെ കൊണ്ടുപോകുമ്പോൾ ആ പിഞ്ചു പൈതലിൻ്റെ മുഖത്തേക്ക് ഉമ്മ വെക്കാൻ വേണ്ടി ഹജറുൽ അസ്വദിനൊരു ഇളക്കം സംഭവിച്ചത് ഞാൻ കണ്ടു. ഹബീബി പറയാ, സുബ്ഹാനല്ലാഹ്, നിന്നതുപോലെ സിമെന്റ് ഇട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളതല്ല, കല്ലുകൾ അടുക്കി വെച്ചതാണ്. പക്ഷേ ഹജറുൽ അസ്വദ് ലോകത്തിൻ്റെ ഗുരുവിനെ തിരിച്ചറിഞ്ഞു എന്ന് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അതുമാത്രമോ, ആമിന ബീവി തങ്ങൾ കണ്ട പോലെയുള്ളൊരു പ്രകാശം ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഈ പിഞ്ചു പൈതലിനെ കയ്യിലെടുത്ത് കൊണ്ടുവരുമ്പോ ആ കുഞ്ഞ് ആകാശത്തേക്കൊരു നോട്ടം നോക്കിയപ്പോ ഫഖറജ മിൻഹുമാ നൂറുൻ ഇത്തസല ബിസ്സമാ, ആകാശലോകത്തോട് ചേർന്ന് നിൽക്കുമാർ ആ പരിശുദ്ധമായ രണ്ട് കണ്ണുകളിൽ നിന്ന് പ്രകാശം ഉയർന്നത് ഞാൻ കണ്ടു എന്ന് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. പുണ്യനബിയെ നമ്മൾ മനസ്സിലാക്കണം, തങ്ങളുടെ ഒരു ബശരിയായ സ്വഭാവമേ നമ്മൾ കാണുന്നുണ്ടാവൂ. ഹബീബിൻ്റെ മലക്കൂച്ചിയായ സമാവിയായ ഹബീബിൻ്റെ ഗുണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പുണ്യനബി തങ്ങളെയും കൊണ്ടുപോകുമ്പോൾ വമശൈനാ ഫിത്വരീഖ്, വഴികളിലൂടെ കടന്നു പോകുമ്പോ ഹലീമ ബീവി തന്നെ പറയട്ടെ, ഫജഅൽതു അസ്മഉ അഷ്ജാറൻ വഅഹ്ജാറൻ തഖൂൽ, കല്ലുകളും വൃക്ഷങ്ങളും ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നു. കല്ലുകളും വൃക്ഷങ്ങളും എന്താ പറയുന്നത്? കല്ലുകളും വൃക്ഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അസ്സലാമു അലൈക യാ മുഹമ്മദു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക യാ മുഹമ്മദു, അസ്സലാമു അലൈക, സലാമും രക്ഷയും ഉണ്ടാകട്ടെ മുഹമ്മദോരേ എന്ന്. പുണ്യനബി തങ്ങളുടെ പേര് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലുകളും വൃക്ഷങ്ങളും ഇങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് ഹബീബിൻ്റെ പോറ്റുമ്മയായ ഫോസ്റ്റർ മദർ മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. ഇത് വേറെയും ഹദീസിൽ വന്നിട്ടുണ്ട്. മക്കായിലെ ഒരു കല്ലിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത, മക്കയിൽ ഒരു പാറ എനിക്കറിയാം. എവിടെയെല്ലാം ആ പാറയുടെ അരികത്ത് എപ്പോഴെല്ലാം പുണ്യനിബിതങ്ങൾ കടന്നുപോയിരുന്നുവോ അപ്പോഴെല്ലാം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ലോകത്തിൻ്റെ ഗുരുവേ അങ്ങേക്ക് അല്ലാഹുവിൻ്റെ സലാം എന്ന് ആ പാറ ചൊല്ലിയിരുന്നത് എനിക്കറിയാമെന്ന് അലിയാരിതങ്ങൾ അത് നബിതങ്ങളും പറഞ്ഞ ഹദീസുണ്ട്. ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത കാനത് തുസല്ലിമു അലയ്യ, ഞാൻ പ്രവാചകൻ പോലും ആകുന്നതിൻ്റെ മുമ്പ് എൻ്റെ മേൽ സലാം പറഞ്ഞിരുന്ന ഒരു കല്ല്. അപ്പം നമ്മൾ നാവും ചുണ്ടൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എത്ര സലാം പറയണം നബിതങ്ങളോട്, എത്ര സ്വലാത്ത് ചൊല്ലണം. ഇത് കല്ലുകളും വൃക്ഷങ്ങളുമായി സലാം ചൊല്ലുന്നത്. ഹനീനുൽ ജിദ്അ, ഹനീനുൽ ജിദ്അ എന്ന് പറയുന്ന ഈത്തപ്പന തടി, മദീന പള്ളിയിൽ ഹബീബ് മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കുന്നതിൻ്റെ മുമ്പ് മിമ്പർക്ക് പകരം നബിതങ്ങൾ ചാരി നിന്നിരുന്ന ഉണങ്ങിയ ഒരു ഈത്തപ്പനയുടെ തടി, ആ തടി അവിടെ നിന്ന് മാറ്റിവെച്ച് നബിതങ്ങൾക്ക് മിമ്പർ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ ഈത്തപ്പന തടി മസ്ജിദിൻ്റെ പുറത്ത് ചാരി വെച്ചപ്പോൾ
മദീന പള്ളിയിൽ ജുമുഅ നിസ്കാരം കഴിയുന്നതുവരെ ഹബീബ് അരികത്ത് വന്ന് ആ മരത്തെ തലോടുന്നതുവരെ ആ മരം തേങ്ങിക്കൊണ്ടിരുന്നു എന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. എന്തിന്? ഹബീബിൻ്റെ സ്പർശം നഷ്ടമായതിന്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഹസനുൽ ബസ്വരി തങ്ങൾ കണ്ണ് നനഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയും, വഹാദിഹിൽ ജിദ്ഉ, ജീവനില്ലാത്ത ഉണങ്ങിയ ഒരു ഈത്തപ്പന. ഹബീബിനെ ഒന്ന് കാണണം, എൻ്റെ ഹബീബ് എന്നെ ഒന്ന് തൊടണം എന്ന് കൊതിക്കുമ്പോൾ ജീവനുള്ള മുഅ്മിനീങ്ങൾ എത്ര കൊതിക്കണം എൻ്റെ ഹബീബിനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണണമെന്ന്, എൻ്റെ ഹബീബിനെ യഖ്ലത്തിൽ കാണണമെന്ന്, ശഫാഅത്ത് കിട്ടണമെന്ന്, മദീനയിൽ അന്തിയുറങ്ങണമെന്ന്. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് കൊതിക്കാലോ. അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? സുന്നത്തല്ലേ മദീനയിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കൽ സുന്നത്താ. അതറിയോ? മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കൽ സുന്നത്താ. സുബ്ഹാനല്ലാഹ്. മൻ ശാഅ അൻ യമുത് ബിൽ മദീനതി ഫൽയമുത് ബിഹാ. മദീനയിൽ വഫാത്താകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം അങ്ങ് നടത്തട്ടെ, അങ്ങ് നടന്നോട്ടെ, ആഗ്രഹിച്ചോളൂ എന്ന്. എന്തേ? അവിടെ ഹബീബിന്റെ ശഫാഅത്തുണ്ട്. മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവർക്ക് ഹബീബിന്റെ നാട്ടിലല്ലേ അവരുള്ളത്. ഹബീബിന്റെ ജിവാർ, ഹബീബിന്റെ സാമീപ്യം, അവിടുത്തെ ഒരു നെയ്ബർഹുഡ്, ആ നെയ്ബർഹുഡിന് പോലും അല്ലാഹു മഹത്വം നൽകുന്നുണ്ട്. ഖബർ ശിക്ഷ ഉണ്ടാവില്ല എന്നുവരെ ആലിമീങ്ങൾ. അതാണ് മദീന, ഹബീബിന്റെ മദീന. ബസ്വാറത് ഖോ ഗയി ലേകിൻ ബസ്വീറത് തോ സലാമത് ഹൈ. മദീന ഹംനെ ദേഖാ ഹൈ മഗർ നാദീദ നാദീദ. മദീന जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा फिज़ा संजीदा संजीदा. മനസ്സുകൊണ്ട് മദീനയിലേക്ക് പോവുക. ഫ്ലൈറ്റ് കയറി പോകാൻ പറ്റൂല, ശരീരം കൊണ്ട് എത്താൻ പറ്റില്ല. മനസ്സുകൊണ്ട് മദീനയെ ഒന്ന് സന്ദർശിച്ചു പോരെ എല്ലാ ദിവസവും. അത് മുഅ്മിനിൻ്റെ ഒരു മെഡിറ്റേഷൻ അങ്ങനെയാണ്. കഅബയും പരിശുദ്ധ റൗളയും മനസ്സുകൊണ്ട് ഇങ്ങനെ സന്ദർശിച്ചു പോരാ, കാണാൻ കൊതിക്കുക, കൊതി വരണം. ഹലീമ റളിയല്ലാഹു അൻഹാ ഏതാനും ദിവസമായ പിഞ്ചുമോനെ കയ്യിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ കല്ലുകളും വൃക്ഷങ്ങളും പറയുന്നത് ഞാൻ കേട്ടുവെന്ന് ഹലീമ റളിയല്ലാഹു അൻഹാ. അസ്സലാമു അലൈക യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ പേര് കേൾക്കുമ്പോൾ സയ്യിദന എന്ന് പറയൽ പുണ്യമാണ്, സുന്നത്താണ്. ഒരുപക്ഷെ തങ്ങൾ പഠിപ്പിച്ചെന്ന ആ ഹദീസിന്റെ സ്വലാത്തിന്റെ വാക്കിൽ അതില്ലെങ്കിൽ പോലും തഅദ്ദുബൻ മഅ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളോടുള്ള അദബ് പാലിച്ചുകൊണ്ട് അദബൻ മഅൻ നബി സയ്യിദന എന്ന് പറയണമെന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതിയാവും. സയ്യിദിന മുഹമ്മദ്. പുണ്യനബിയുടെ വിഷയം വരുമ്പോൾ ഹുക്മ് അദബിന് വഴിമാറി കൊടുക്കുമെന്നാണ്. നിയമം അച്ചടക്കത്തിന് വഴിമാറി കൊടുക്കും, നിയമം മാറി നിൽക്കും, അച്ചടക്കം അവിടെ കയറി വരണമെന്ന ഹബീബിൻ്റെ വിഷയത്തിൽ. ഉദാഹരണം പറയട്ടെ, ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ ഹിജ്റയുടെ 6-ാം വർഷം അല്ലേ, ഹിജ്റ 8-നാണ് മക്കം ഫത്ഹ് നടക്കുന്നത്, 2 വർഷം മുമ്പാണ് ഹുദൈബിയ. ഹിജ്റയുടെ 6-ാം വർഷം മദീനയിലേക്ക് തങ്ങൾ താമസമാക്കിയതിൻ്റെ 6-ാമത്തെ വർഷം മക്കക്കാരുമായി നബി തങ്ങൾ ഒരു സന്ധിയിൽ ഒപ്പുവെക്കുമ്പോൾ അതാണ് ഹുദൈബിയ ട്രീറ്റി എന്നറിയപ്പെടുന്നത്. 10 വർഷത്തേക്ക് യുദ്ധമുണ്ടാവരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞ, സമാധാനം വേണമെന്ന് നബി തങ്ങൾ ആവശ്യപ്പെട്ട സന്ധിയാണത്. അത് എഴുതുമ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ഈ സന്ധിയിലെ ക്ലോസുകൾ തുടങ്ങുന്നത് മിൻ മുഹമ്മദിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ റുഅസാഇ ഖുറൈശ്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ, പരമകാരുണ്യകരും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, ദ എൻറ്റയർലി മെർസിഫുൾ, ദ സ്പെഷ്യലി മെർസിഫുൾ. മിൻ മുഹമ്മദിൻ റസൂലില്ലാ, this is a treaty from Muhammad, the messenger of God, to the leaders of Quraysh.
മുഹമ്മദ് നബി തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഖുറൈശി നേതാക്കളുമായി ഉണ്ടാക്കുന്ന ഉടമ്പടിയാണിത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോഴേക്കും സുഹൈൽ ഇബ്നു അംർ, അന്ന് അദ്ദേഹം മുസ്ലിമല്ല, സ്വഹാബിയായില്ല, പക്ഷെ പിന്നീട് സ്വഹാബിയായി മാറി, റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു വെട്ടണം. If he knew that you are the messenger of God, we wouldn't have fought you. നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിച്ച് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരില്ലല്ലോ, അതുകൊണ്ട് ആ റസൂലുള്ളാഹ് വെട്ടണം എന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അത് അല്ലാഹുവിൻ്റെ ഒരു ഹിക്മത്താ. നബി തങ്ങൾ ചോദിച്ചു, അലിയാരെ എവിടെയാണ് റസൂലുള്ളാഹ് നിങ്ങൾ എഴുതിയത്? അതൊന്ന് വെട്ടിക്കോളൂ. ഞാൻ വെട്ടൂല നബിയെ, എനിക്കിത് അള്ളാഹിന്റെ റസൂൽ അല്ലയോ നബിയെ അങ്ങ്, അതെങ്ങനെയാ ഞാൻ വെട്ടുന്നത്? എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞു. തങ്ങൾക്ക് എഴുത്തും വായനയും അറിയാതിരുന്നതിൻ്റെ രഹസ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പുണ്യ നബി തങ്ങൾക്കെങ്ങാനും എഴുതാനും വായിക്കാനും അറബി ഭാഷ അറിയുമായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനുമായി വന്നാൽ ഖുറൈശികൾക്കോ ശത്രുക്കൾക്കോ ഇത് മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതാവാം എന്ന് ആരോപിക്കാമായിരുന്നു. പക്ഷേ നബി തങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് അവർക്കും അറിയാം. അപ്പോൾ നബി തങ്ങൾ ഉണ്ടാക്കിയതല്ല ഇത്. അതിനാണ് നബി തങ്ങൾക്ക് എഴുത്തും വായന അറിയാതിരുന്നത്. റസൂലുള്ളാഹി എവിടെ അലിയാരെ? അപ്പൊ അലിയാരെ പറഞ്ഞു, നബിയെ ഞാനത് വെട്ടൂല എന്ന് പറഞ്ഞു. അവിടുത്തെ ഹുക്ം എന്താണ്? നബി തങ്ങൾ വെട്ടാൻ പറഞ്ഞാൽ വെട്ടണമെന്ന്, അതല്ലേ നിയമം, തങ്ങളുടെ നിയമം. പക്ഷെ അവിടുത്തെ അദബ് എന്താണ്? തങ്ങളോടുള്ള ബഹുമാനം. റസൂലുള്ളാഹി എന്ന പേര് ഞാൻ വെട്ടൂല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ എനിക്ക് കാണിച്ചുതാ ഏതാണ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ എഴുതിയ വാക്ക്. അപ്പൊ അലി തങ്ങൾ കാണിച്ചു കൊടുത്തു. ഫശതബഹു റസൂലുള്ളാഹി, തങ്ങളത് മായ്ച്ചു കളഞ്ഞു. അലി തങ്ങളോട് മായ്ക്കാൻ പറഞ്ഞപ്പോൾ അലിയാര് മായ്ച്ചോ? ഇല്ല. ഇതിന് നബി തങ്ങൾ അലിയാരെ എന്താ പറഞ്ഞതെന്നറിയോ? അന്നദറു ഫീ വജ്ഹി അലി ഇബ്നു അബീ ത്വാലിബിൻ ഇബാദ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദ. അതാ നബി തങ്ങൾ കൊടുത്ത മറുപടി. ഞാൻ പറഞ്ഞ വെട്ടാതിരുന്നതിന്റെ പേരിൽ കുർത്തക്കേട് കൊടുത്തു എന്നാണോ തങ്ങൾ പറഞ്ഞത്? അല്ല, അലിയാര് തങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്. റസൂലുള്ളാഹി തങ്ങളോട് കാണിച്ച അദബിന് ഹബീബ് കൊടുത്ത മഹത്വമാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് വെട്ടി. അലിയാർ തങ്ങൾക്ക് വെട്ടാൻ പറ്റുന്നില്ല. അത് എങ്ങനെ? എൻ്റെ റസൂലുള്ളാഹിന്റെ പേര് ഞാൻ എങ്ങനെയാണ് വെട്ടുന്നത്? നബി തങ്ങൾ തന്നെയാണ് വെട്ടുന്നത്. തങ്ങൾ വെട്ടണമെന്ന് പറഞ്ഞതിനെ കൂട്ടാക്കാതിരുന്നതിന് നബി തങ്ങൾ അലിയാരെ ശാസിക്കുകയാണോ ചെയ്തത്? അല്ല. എന്തു പറഞ്ഞു? അലിയാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്. അലി തങ്ങളെ നോക്കിയിരിക്കുന്നത് പോലും ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഹുക്മ്. അദബിന് വഴിമാറി കൊടുക്കും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ടാണ് ആലിമീങ്ങൾ പറയുന്നത്, ഹബീബായ തങ്ങൾ തങ്ങളുടെ പേര് പറയുമ്പോൾ സയ്യിദന, ഞങ്ങളുടെ നേതാവായ റസൂൽ അങ്ങനെ പറയണമെന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. حتى يقولون لمن يرعاها ويحكم لم تحسنوا مرعاها ألم تروا بنت أبي ذؤيب من أين ترعى ما لكم فيه ريبي فيسرحون حيث تسرح الغنم لكنها تعود بالجوع الأتم. പൊന്നുമോൻ റസൂലുള്ളാഹി തങ്ങൾ കയ്യിലിരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊന്നുമോനുമായി പോകുമ്പോൾ ഹലീമ ബീവിയുടെ ഉണങ്ങിയ ആ ഒരു കഴുത ഉണങ്ങി. അന്ന് വർഷക്കാലമായത്, എന്താ പറയാ, ക്ഷാമമുള്ള കാലമായിരുന്നു. പുല്ലൊന്നും ഇല്ല, അകിടുകളിൽ പാലില്ല. ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയായ ഹലീമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പോലും, ഹലീമ ബീവിക്ക് അവരുടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. ലംറ എന്ന് പറയുന്ന മോനുണ്ട് ഹലീമ ബീവിക്ക്. നബിതങ്ങളുടെ സഹോദരനാണ്. നബിതങ്ങളുടെ സഹോദരൻ, പോറ്റുമ്മ വഴിക്കുള്ള സഹോദരൻ ലംറക്ക് കുടിക്കാൻ പാലില്ലായിരുന്നു, പിഞ്ചുമോൻ. ഹലീമ പറയുന്നു റളിയല്ലാഹു അൻഹ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബിനെ പോറ്റു വളർത്തിയ മുഴുവൻ ഉമ്മമാരും രക്ഷപ്പെടുന്നവരാണ്. നാജൂൻ. കഴുത സ്പീഡിൽ നടക്കാൻ തുടങ്ങി. എൻ്റെ ആടുകൾക്ക് അകിടുകളിൽ പാല് വരാൻ തുടങ്ങി. എൻ്റെ പൊന്നുമോൻ ലംറത്ത്
പാല് കുടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങാൻ തുടങ്ങിയവൻ പാല് കുടിക്കാൻ കഴിയാതെ വിശന്ന് രാവ് നേരം പുലരുവോളം കരയുന്ന മോനായിരുന്നു. എൻ്റെ പൊന്നുമോൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മുതൽ എനിക്ക് പാലുണ്ട്, എൻ്റെ ഒട്ടകങ്ങൾക്കുണ്ട്, എൻ്റെ ആടുകൾക്കുണ്ട്. അതുമാത്രമോ, നാട്ടിൽ വരൾച്ചയാണ്, വരൾച്ച. എൻ്റെ ആടുകളെ മേക്കാൻ പോയാൽ എൻ്റെ ആടുകൾ പുല്ല് തിന്ന് തടിച്ചു കൊഴുത്ത് നിറയെ അകിടിൽ പാലുമായി വരുമ്പോ നാട്ടുകാർ പറയാൻ തുടങ്ങി, ഹത്താ യഖൂലൂന ലിമൻ യർആഹാ വൈഹകും ലം തുഹ്സിനൂ മർആഹാ. ആടുകളുടെ മുതലാളിമാർ ആട്ടിടയന്മാരോട് ചോദിക്കാൻ തുടങ്ങി, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഹലീമയുടെ ആടുകൾ അകിടുകൾ നിറഞ്ഞ പാലുമായി വരുമ്പോൾ ഹലീമയുടെ ആടുകൾ മേയുന്നിടത്തെങ്കിലും ഈ ആടുകളെ കൊണ്ടുപോയി മേയിച്ചൂടെ നിങ്ങൾക്ക്? എന്താ നിങ്ങൾക്ക് മാത്രം പാല് കിട്ടാത്തത്, അവരുടെ തടി നന്നാവാത്തത്, പുഷ്ടിപ്പെടാത്തത്? ഹലീമയുടെ ആടുകൾ എന്താ ഇങ്ങനെ? ഫയസ്റഹൂന ഹൈതു തസ്റഹുൽ ഗനം ലകിന്നഹാ തഊദു ബിൽ ജൂഇൽ അഥം. ഹലീമ ബീവി എവിടെയാണോ ആടുകൾക്ക് പുല്ല് മേയാൻ വിടുന്നത് അവിടേക്കു തന്നെ നാട്ടുകാർ മുഴുവനും അവരുടെ ആടുകളെ വിടാൻ തുടങ്ങി. എന്നിട്ടും ഹലീമ ബീവിയുടെ ആടുകൾ മാത്രം തടിച്ചു കൊഴുത്തു. അവകൾക്ക് മാത്രം ഒരു പ്രത്യേകത അല്ലാഹു കാണിച്ചു കൊടുത്തു, മറ്റാടുകൾക്ക് അത്രയൊന്നും ആവുന്നില്ല. ഇത് ബറക്കത്തു റസൂലില്ലാഹ്, ലോകത്തിന്റെ ഗുരുവിന്റെ ബറക്കത്താണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായിരുന്നുവത്. ഹലീമി പറയാണ്, പുണ്യനബിക്ക് ഞാൻ പാല് കൊടുക്കുമ്പോൾ എൻ്റെ വലതു ഭാഗത്ത് നിന്ന് പാല് കൊടുക്കും പുണ്യ റസൂലിന്. അന്ന് റസൂലായില്ല, പിഞ്ചുമോൻ മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഞാൻ ഇടതുഭാഗത്തേക്ക് എൻ്റെ മോന്റെ മുഖം മാറ്റുമ്പോൾ ഇടതുവശത്ത് നിന്ന് പാല് കൊടുക്കാൻ നോക്കുമ്പോൾ പാല് കുടിക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്നറിയുമോ? മുഹമ്മദ് നബിയുടെ അത്ര തന്നെ പ്രായമുള്ള പിഞ്ചുമോൻ ലംറയുണ്ട് എൻ്റെ വീട്ടിൽ. ഒരു ഭാഗത്ത് നിന്ന് മുഹമ്മദ് തങ്ങൾ പാല് കുടിച്ച് രണ്ടാമത്തേത് തൻ്റെ കൂടെയുള്ള കൊച്ചനുജന് കൊടുക്കണം എന്ന് ആരാണ് റസൂലുള്ളാഹിനെ പഠിപ്പിച്ചത്? എൻ്റെ മറ്റേ മോന് രണ്ടാമത്തെ സൈഡിൽ നിന്ന് മുഹമ്മദ് നബി തങ്ങൾ പാല് കുടിക്കില്ലായിരുന്നു. അതുകൊണ്ടാ ഈ ജന്മം നമ്മുടെ ബർത്ത്ഡേ പോലെ അല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ ജന്മദിനം പോലെയല്ല, ഇത് മുഹമ്മദ് മുസ്തഫായുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പിഞ്ചുമോന് ഇങ്ങനെ നീതി വേണം, ഫെയർനെസ് വേണം, ജസ്റ്റിസ് വേണം, കരുണ വേണം, കൂടെയുള്ള ആളിനും കുടിക്കാനും തിന്നാനും ഉള്ളത് ബാക്കി വെക്കണം, എല്ലാം ഞാൻ കുടിച്ചു തീർക്കാൻ പാടില്ലെന്ന് ആരാണ് പിഞ്ചുമോനെ പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലാകെ ക്ഷാമം വന്ന ഒരു നേരം, മഴയില്ലാതെ വന്നപ്പോ, ഇത് സ്വഹീഹായ ഹദീസാണ്, ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആരോടും ഒരു വെറുപ്പോ ഒന്നുമില്ല, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്, അത്രയേ ഉള്ളൂ. നമ്മളാർക്കും ആരോടൊരു വെറുപ്പില്ല. നമ്മളോട് ആർക്കും വെറുപ്പുണ്ടായിരിക്കാം, അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ കാര്യം മനസ്സിലാക്കണം, തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി ജീവിക്കരുത്. ഒരു ലൈഫല്ലേ ഉള്ളൂ, ഇതിൽ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റാതെ ജീവിച്ചാൽ ഈ ലൈഫ് നഷ്ടമായി പോവില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് മാത്രം പറയാം, പുണ്യനിബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന മക്കയിൽ ഹബീബ് പിഞ്ചുമാൽ കുഞ്ഞായിരുന്ന സമയത്ത് അബൂ ത്വാലിബ് എന്നവർ മക്കായുടെ നേതാവാണ്. ആ നേരത്തെ ആളുകൾ വന്ന് പറഞ്ഞു, അബൂ ത്വാലിബേ ഖഹിത്വന്നാസ്, ജനങ്ങൾക്ക് ക്ഷാമമാണ്, ക്ഷാമമാണ്, മഴയില്ല. വഷ്തദ്ദ അലൈഹിമുസ്സഅബ്, ഇനി സഹിക്കാൻ പറ്റില്ല അബൂ ത്വാലിബേ, വെള്ളമില്ലാതെ ചങ്ക് വരണ്ടുകൊണ്ട് മനുഷ്യർ മരിച്ചു വീഴും ഇനി മക്കയിൽ. അങ്ങനെയായി. അന്ന് സംസം മൂടപ്പെട്ടിരുന്ന കാലമാണ്. ഹബീബായ നബി തങ്ങളുടെ വല്യ മൂത്താപ്പയായ അബൂ ത്വാലിബിന്റെ അരികത്തേക്ക് വന്ന് വെള്ളമില്ലെന്ന് പരാതി പറഞ്ഞപ്പോ ഫഅഖ്റജ ഗുലാമൻ അലാ കതിഫിഹി, തൻ്റെ മക്കളിൽ ഒരു മകനെന്ന് തോന്നുന്ന ഒരു പിഞ്ചുബാലനെ തോളിൽ ഇരുത്തിക്കൊണ്ട് അബൂ ത്വാലിബ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികത്തേക്ക് ആ കുഞ്ഞിനെയും കൊണ്ടുപോയി
തോളിലിരിക്കുന്ന കുഞ്ഞ്, മുമ്പിൽ കഅബാലയം. ആ കുഞ്ഞിനെ കൊണ്ട് കഅബാലയത്തെ പിടിപ്പിച്ചു, കൈകൊണ്ട് തൊടാൻ പറഞ്ഞു. ഫജഅലൽ ഗുലാമു യലൂദു ബിൽ കഅബ. ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഇടമാണ് കഅബാലയം. കരഞ്ഞ് കരഞ്ഞ് നനഞ്ഞ് നനഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അല്ലാഹു തെരഞ്ഞെടുത്ത ഭൂമിയിലെ മണ്ണുകളിൽ, ഭൂമിയിലെ ശ്രേഷ്ഠമായ ഭവനങ്ങളിൽ, മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധ കഅബാലയത്തിന്റെ അരികത്തല്ലാതെ, ഹബീബിന്റെ അരികത്തല്ലാതെ ഇവിടെയാണ് മുഅ്മിനീങ്ങൾക്ക് അവരുടെ മനസ്സിന്റെ വേദനകളെ, ഭാരങ്ങളെ ഇറക്കി വെക്കാനുള്ളത്. പുണ്യനിബിതങ്ങൾ അവിടുന്ന് കഅബാലയത്തിനെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മേഘങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. മക്കായുടെ ആകാശത്ത് മേഘങ്ങൾ ഒരുമിച്ച് കൂടി. കൂജകളിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന പോലെ അതിശക്തമായ മഴ പെയ്തു മക്കയിൽ. അതിനെക്കുറിച്ചാണ് അബൂ ത്വാലിബ് പാട്ട് പാടിയത്. ഈ പാട്ട് ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട വാക്കാണ് ഈ രണ്ട് വരികൾ. വെളുത്ത സുന്ദരനായിരുന്ന മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയണെന്നറിയോ? നബിതങ്ങളുടെ ഉപ്പയുടെ ജ്യേഷ്ഠൻ അബൂ ത്വാലിബ് എന്നവര്. ഏതൊരു മഹാന്റെ പരിശുദ്ധമായ മുഖത്തെ മുൻനിർത്തിയാണോ അള്ളാഹുവിനോട് മഴ ചോദിക്കാൻ പറ്റുന്നത്, ആ മുഖത്തിന്റെ ഉടമയായവരെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി മഴ ചോദിച്ചു എന്നായി പറയുന്നത്. وأبيض يستسقى الغمام بوجهه ثمال اليتامى عصمة للأرامل. വാപ്പയില്ലാതെ ജനിച്ച നിബിതങ്ങൾ, വാപ്പയില്ലാതെ, വാപ്പയെ കാണാതെ, പിഞ്ചുനാളിലെ വാപ്പയെ നഷ്ടപ്പെട്ട പിഞ്ചുമക്കൾക്ക് അഭയം നൽകിയവരെ നബിയേ. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണുങ്ങൾ വിധവകളായി മാറുമ്പോൾ, അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുമ്പോൾ, യുദ്ധങ്ങളിൽ വധിക്കപ്പെട്ടു പോകുമ്പോൾ, പരിരക്ഷിക്കാൻ ആളുകളില്ലാതെ വരുമ്പോൾ, ചൂഷകന്മാർ കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുമ്പോൾ, നിരാലംബരായ വിധവകളായ പെണ്ണുങ്ങൾക്ക് ജീവൻ കൊടുത്തു പോലും അഭയം കൊടുക്കാൻ മുന്നോട്ട് വന്നവരെ നബിയേ. ചാരിറ്റിക്ക് ഇത്ര വലിയ മാതൃക കാണിച്ചത് പുണ്യനിബിതങ്ങളല്ലാതെ ആരാണ് മുഅ്മിനീങ്ങളെ? ആരാ? തങ്ങളുടെ ദൗത്യം അതായിരുന്നു, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. നിബിതങ്ങളോട് അല്ലാഹുവിൻ്റെ വാക്കതാ, നബിയെ പാവപ്പെട്ടവരെ അങ്ങ് അകത്തി മാറ്റരുതേ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശി യുരീദൂന വജ്ഹ ولا تعد عيناك عنهم تريد زينة الحياة الدنيا إنما ترزقون بفقرائكم. ഈ സദസ്സിലുള്ള ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നാളെ ഉച്ചക്ക് എൻ്റെ മക്കൾക്ക് എന്ത് കറി വെച്ചു കൊടുക്കും? നാളെ മകൻ്റെ സ്കൂളിൽ ഫീസ് അടക്കാനുണ്ട്, മദ്രസക്ക് ഫീസ് അടക്കാനുണ്ട്, പിന്നെ ട്യൂഷൻ സെന്ററിൽ ഫീസ് അടക്കാനുണ്ട്, ഹോസ്പിറ്റലിൽ പേയ്മെന്റ് ഉണ്ട്, നാളെ മരുന്ന് വാങ്ങാൻ പോകാനുണ്ട്. റബ്ബേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഈ നേരം ചിന്തിക്കുന്ന ഫുഖറാ എത്ര മിസ്കീന്മാരുണ്ട് ലോകത്ത്. നാളെ റബ്ബേ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കും, എൻ്റെ മക്കൾക്ക് എന്ത് തിന്നാൻ കൊടുക്കും എന്നാലോചിക്കുന്ന വാപ്പമാർ അറിയണേ. അങ്ങനെ മനസ്സുകൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ പാവങ്ങളെ കൊണ്ടാണ് അല്ലാഹു നാടിനെ നിലനിർത്തുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ഈ ഭൂമിയിലെ റബ്ബിന്റെ റഹ്മത്ത് കടന്നു വരാൻ കാരണക്കാരാകുന്നത്. അതുകൊണ്ട് അവരെ കൈവടിയരുത് എന്ന് പഠിപ്പിച്ച നബിയേ. ആരായി പാടുന്നത്? നബി തങ്ങളുടെ മുത്താപ്പ അബൂ ത്വാലിബ് എന്നവർ. പരിശുദ്ധമായ ഈ പാട്ടിനെ കുറിച്ച് പിന്നീട് നബി തങ്ങൾ ഓർക്കുകയുണ്ടായി. എന്ന് മദീന പള്ളിയിൽ
മസ്ജിദുൻ നബവി തിങ്ങി നിറഞ്ഞിരിക്കുന്ന മദീന പള്ളിയെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാ. ഈത്തപ്പന ഓലകൾ മടഞ്ഞ് ആ ഓലകളെ കൊണ്ടുണ്ടാക്കിയ മസ്ജിദിന്റെ മേൽക്കൂര, താഴെ മണലാണ്, മണലും ചരൽക്കല്ലുമാണ് ഫ്ലോറിങ്. ഇങ്ങനത്തെ ഒരു കാർപ്പറ്റ് പോലും ഇല്ല അല്ലേ? നമ്മളിപ്പോൾ വേദനിരിക്കുന്ന പോലും നല്ല ഒരു പേയ്മെൻറ്റ് ചെയ്ത നല്ലൊരു ഒരു 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 പ്ലാറ്റ്ഫോമിലാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് മൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ. ഇമാം ഖുതുബ നിർവഹിക്കുമ്പോൾ, മിമ്പറിൽ ഖുതുബ നിർവഹിക്കുമ്പോഴേ ചരൽക്കല്ല് തൊട്ടാൽ അവന് ജുമയുടെ പുണ്യം നഷ്ടപ്പെടും എന്ന് പറയാൻ കാരണം, ചരൽക്കല്ല് കൊണ്ടുവെക്കാനല്ലത്, അന്ന് ഫ്ലോറിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൊബൈലിൽ കളിച്ചാൽ, ഇമാം ഖുതുബ നിർവഹിച്ചുകൊണ്ട് മിമ്പറിൽ ഖുതുബ നിർവഹിക്കുമ്പോൾ മൊബൈലിൽ ടൈം നോക്കി ഒരു കോൾ ഓഫ് ചെയ്തു, ഒരാൾക്ക് മെസ്സേജ് ചെയ്തു, ആ ഖുതുബയുടെ പുണ്യം നഷ്ടപ്പെട്ടു. മൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ. ചരൽക്കല്ലുമ്മ വെറുതെ തൊട്ട് കളിക്കാൻ നിന്നാൽ ഇമാം മിമ്പറിലാണോ നിങ്ങളുടെ ജുമുഅയുടെ പുണ്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ജുമുഅ മലയാള പ്രസംഗം നടത്താനുള്ള സ്ഥലമല്ല എന്ന് പറയാൻ കാരണം. പ്രസംഗത്തിനുണ്ടോ അങ്ങനെ നിയമം? ചരൽക്കല്ല് തൊട്ടാൽ നിസ്കാരം ഖുതുബ? അത് പ്രസംഗത്തിൻ്റെ സ്ഥലമല്ല, അത് ഖുതുബ എന്നൊരു ഇബാദത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് ചരൽക്കല്ല് തൊട്ടാൽ പോയി നിസ്കാരം, ജുമുഅയുടെ പുണ്യം നഷ്ടപ്പെടും. അതുമല്ല, ഇദാ ഖുൽത ലി സാഹിബിക അൻസിത് വൽ ഇമാമു യഖ്തുബ് ഫഖദ് ലഗൗത്. നിന്റെ അടുത്തുള്ള ഒരാൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേ നീ മിണ്ടല്ലടോ, ഖുതുബല്ലേ നടക്കണത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങളുടെ ഖുതുബൻ്റെ കൂലി പോയി എന്നാ. അതുപോലും പറയാൻ പാടില്ല. ഇതൊക്കെ ഏതെങ്കിലും സാധാ പ്രസംഗത്തിനുണ്ടോ? ഇല്ല. പുണ്യനബി തങ്ങളുടെ മസ്ജിദിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ ഗുരു ആ മസ്ജിദിൻ്റെ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്. തിങ്ങ് നിറഞ്ഞ മദീന പള്ളിയിൽ ഒരഅറാബി ഓടി വരുന്നു, വസ്ത്രം വലിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഹബീബിൻ്റെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞുകൂടെ, ഹബീബിൻ്റെ ഖാദിം, ദ സെർവന്റ് ഓഫ് ദ മെസ്സഞ്ചർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ സംഭവം റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനദിന് സാക്ഷിയാണ്. ജുമഅ നടന്നുകൊണ്ടിരിക്കുക, ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഓടി വരുന്നു. യാ റസൂലല്ലാഹ് ഹലകത്തിൽ അംവാലു വൽ മവാശി. ഞങ്ങളുടെ കന്നുകാലികൾ ചത്തൊടുങ്ങി നബിയേ, കൃഷികൾ നശിച്ചു നബിയേ. വതഖത്തഅത് ബിനസ്സുബുൽ. ഞങ്ങൾക്ക് ജീവിക്കാൻ ഇനി ഒരു വഴിയുമില്ല, ഞങ്ങൾ മരിക്കുകയാണ്, മഴയില്ല നബിയേ, മഴയില്ല. ഫദുഅല്ലാഹ അൻ യസ്ഖിയനാ. ഞങ്ങൾക്ക് മഴ തരാൻ അങ്ങ് ദുആ ചെയ്യണേ നബിയേ. ഇതാണ് മുഅ്മിനീങ്ങൾ ഹബീബിനോട് വന്ന്, വലൗ അന്നഹും മുഅ്മിനീങ്ങൾ ഹബീബിനോട് വന്ന്, വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ. അങ്ങയുടെ ഹളറത്തിൽ വന്നുകൊണ്ട് അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചു. നിങ്ങൾ വീട്ടിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കുന്നതും ഹബീബിൻ്റെ ഹളറത്തിൽ വന്ന് പൊറുക്കലിനെ ചോദിക്കുന്നതും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ ആയത്താണിത്. അതുകൊണ്ടാണ് നമ്മൾ മദീനത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞ പോരെ, റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ ഇവിടുന്ന് കിട്ടൂലേ? കിട്ടും. പക്ഷെ ഹബീബിൻ്റെ ഹളറത്തിലെത്തുന്നതിൻ്റെ പുണ്യം വേറെയാണ്. ആ ഒരു നെയ്ബർഹുഡ്, ഹബീബിൻ്റെ കമ്പാനിയൻഷിപ്പ്, തങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്ന ആ ഒരു ബ്ലെസ്സിങ്, അത് വല്ലാത്തൊരു അനുഭവമാണ്. മുഅ്മിനിന് കിട്ടേണ്ടതാണ്. സമ്പത്തുണ്ടോ, പൈസ ഉണ്ടോ, സമയമുണ്ടോ, യാത്ര ചെയ്യാൻ പറ്റുമോ? ഇടക്കിടക്ക് മക്കയിലും മദീനയിലും പോകണം. നമ്മുടെ ഈമാനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യണം, ഈമാനെ ഒന്ന് ഉയർത്തിയെടുക്കണം. ഒന്ന് സർവീസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, വണ്ടി, നമ്മുടെ ഹാർട്ടിനെ ഒന്ന് സർവീസ് ചെയ്യണം. ഇടക്കിടക്ക് താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. യു ഷുഡ് ഫ്രീക്വൻലി ഡു ഹജ്ജ് ആൻഡ് ഉംറ. ഇടക്കിടക്ക് ഹജ്ജും ഉംറയും ചെയ്യണമെന്ന. പറ്റുന്നവർ അത് ചെയ്യണം, സാധിക്കുന്നവർ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനിയും മദീനയിലും മക്കയിലും എത്താൻ പറ്റാത്തവർക്ക് അള്ളാഹുവെ ഒരിക്കലെങ്കിലും അവിടെ എത്താനുള്ള ഭാഗ്യം ഈ സദസ്സിൽ ആമീൻ പറയുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്കും, ഈ പരിപാടി ലൈവ് കേൾക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരുണ്ടാകാം. അള്ളാഹു ഇതിൻ്റെ 2 ഹറമൈനുകളിൽ എത്താനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ, ആമീൻ. സ്വഹാബി വന്ന് പറയുന്നു, നബിയേ ഫദുല്ലാഹ അൻ യസ്ഖിയനാ. ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം നബിയേ, അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഞങ്ങളങ്ങ് കൈയുയർത്തി മദീന മിമ്പറിലാണ്. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ. ഞങ്ങൾക്ക് മഴ വേണം അല്ലാ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. ഇത് പറഞ്ഞപ്പോഴേക്കും ഫഅഖ്ബല السحاب وما في السحاب
വമാ ഫിസ് സമാഇ ഖുസ്അതു സഹാബിൻ, ആകാശത്ത് മേഘത്തിന്റെ ഒരു ചെറുപടലം പോലും ഇല്ലായിരുന്നു. അങ്ങ് വന്നു മേഘപടലങ്ങൾ, മഴ പെയ്തു. ആ മഴവെള്ളത്തിന്റെ ചെളിയിൽ തലവെച്ചുകൊണ്ടാണ് അവർ സുജൂദ് ചെയ്തത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ആ സെക്കൻഡ് വരുടെ മഴയില്ല. ഇത് സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്, വളരെ പ്രബലമായ ഹദീസ്. പിറ്റത്തെ ആഴ്ച വീണ്ടും ഇതേ ആള് ഓടി വന്നു, ഒരാഴ്ച കണ്ട് മഴ പെയ്തു. മഴമതി നബിയേ, ഞങ്ങൾക്ക് മഴമതി നബിയേ, ഇനിയും മഴ പെയ്താൽ ഞങ്ങളുടെ വീടുകൾ ഒലിച്ചു പോകും നബിയേ, മഴ നിർത്താൻ പറയണം. അങ്ങനെ പുണ്യ നബി മദീന നഗരത്തിന്റെ മുകളിൽ കൈകൊണ്ടൊരു വട്ടം വരച്ചു, മിമ്പറിൽ നിന്നുകൊണ്ട്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, പടച്ചവനെ ഞങ്ങൾക്ക് മഴ മതി, മഴ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ. اللهم على الآكام والجبال والضراب ومنابت الشجر وبطون الأودية. പടച്ചവനെ കൃഷിയിടങ്ങളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക്, മൃഗങ്ങൾക്ക് ആവശ്യമുള്ളിടങ്ങളിലേക്ക്, മനുഷ്യർക്ക് എവിടെയൊക്കെ മഴ വേണമോ അവിടേക്ക് ഞങ്ങൾക്ക് മഴ മതി റബ്ബേ, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ എന്ന് ആകാശത്ത് എത്രയാണോ ഹബീബ് വട്ടം വരച്ചത്, ആ വട്ടത്തിന് പുറത്തേക്ക് മേഘങ്ങൾ നീങ്ങുന്നതും മഴ മാറിപ്പോകുന്നതും ഞങ്ങൾ കണ്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ, ആയിരക്കണക്കിന് സ്വഹാബികൾ ഇതിന് സാക്ഷിയാണ്. ആ തലയാഴ്ച മഴ പെയ്തപ്പോ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർ ചെളിവെള്ളത്തിൽ കാലിട്ടടിച്ച് കളിക്കുന്നത് കണ്ടപ്പോ പുണ്യനബി പറഞ്ഞു പോയി, ലൗ റആ ഹാദാ അബൂ താലിബിൻ, എൻ്റെ മൂത്താപ്പ അബൂ താലിബ്, അവർ മുസ്ലിമല്ല, പക്ഷെ നബിയെ സംരക്ഷിച്ച ആളാ. എൻ്റെ മൂത്താപ്പ അബൂ താലിബ് ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ മനസ്സറിഞ്ഞ കൂട്ടുകാരൻ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, അന്നൊരിക്കൽ അങ്ങ് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ അങ്ങയെ തോളിൽ വെച്ചുകൊണ്ട് കഅബാലയത്തിന്റെ ചുമര് പിടിപ്പിച്ച് മഴ വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് മക്കയിൽ മഴ പെയ്ത സംഭവമാണോ അങ്ങ് ഓർക്കുന്നത്? അത് പറഞ്ഞിട്ട് അബൂ താലിബ് 2 വരികൾ പാടിയല്ലോ, അതാണോ അങ്ങ് ആലോചിക്കുന്നത്? അതേന്ന് പറഞ്ഞു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് കൂടെ ആവർത്തിച്ചു. ഒരു 50 കൊല്ലങ്ങൾക്ക് ശേഷം, മുഖം വെളുത്തവരെ, സുന്ദരനായവരെ, ആർ കാരണമാണോ മഴ വർഷിക്കാൻ നിമിത്തമാകുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്തിന് നിമിത്തമാകുന്നവരെ നബിയേ, തിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി, വിധവകൾക്ക്, യതീമുകൾക്ക്, മിസ്കീന്മാർക്ക് അഭയമായവരെ നബിയേ, അതാണോ അങ്ങ് പറയുന്നത്? തങ്ങൾ പറഞ്ഞു, അജൽ അജൽ, ഹാദല്ലദീ ദകർതു മിൻ കലാമിഹി. അബൂ താലിബ് അന്നാ പാടിയ ഈ വരികൾ ഞാൻ ഇന്നിങ്ങനെ ഓർക്കുകയാണ് എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ജനനം നമ്മുടെ ഒരാളിന്റെ ജനനം പോലെയല്ല, ഹബീബിന്റെ മരണം നമ്മുടെ മരണം പോലെയുമല്ല. ഹയാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ മരണം നിങ്ങൾക്ക് ഖൈറാൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഫഉശർരിഉ ലക്കുമുശ് ശറാഇ, ദീനിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ ഞാൻ മരണപ്പെട്ടു പോയി മണ്ണിനുള്ളിലേക്ക് ചെന്നു പോയാൽ എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കല്ലേ. തുഅറദു അലയ്യ അഅമാലുക്കും, എൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അനുയായികൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എനിക്ക് അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാൽ അതിൽ ഞാൻ കാണുന്ന നന്മകൾ കാണുമ്പോൾ ഹമിദുല്ലാഹ്, അൽഹംദുലില്ലാഹ്. മഞ്ഞപ്പാറയിലെ എൻ്റെ ഉമ്മത്തികൾ നന്മയാണല്ലോ ചെയ്യുന്നത്, അവിടെ നല്ലതാണല്ലോ ആളുകൾ കേൾക്കുന്നത്, അവർ നന്മയാണല്ലോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് സ്തുതി പറയും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മുഅ്മിനീങ്ങളാണോ ഈ സദസ്സ് ഹബീബിനെ കാണിക്കപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ? ഈ സദസ്സ്
മദീനയിലിരുന്നു കൊണ്ട് ഹബീബിനെ അറിയാൻ കഴിയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ ഇൽമ് നബി തങ്ങൾക്കുണ്ട് എന്നല്ല പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ പോലെ ഒരാളുമില്ല, അപ്പോഴല്ലേ ഇസ്ലാം തന്നെ ശരിയാവുള്ളൂ. നബി തങ്ങൾ റഊഫാണ്, റഹീമാണ്. അള്ളാഹു റഊഫ് റഹീമ. പക്ഷെ അള്ളാഹിൻ്റെ റഊഫത്തും റഹ്മത്ത് പോലെയല്ല ഹബീബിൻ്റെ റഊഫത്തും റഹ്മത്തും. വ്യത്യാസമുണ്ട്, പക്ഷേ ആ വിശേഷണം ഹബീബിന് നൽകപ്പെട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയുന്നു, വമാ റഅയ്തു ഗൈറ ദാലിക്, നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകൾ, നിങ്ങൾ നിസ്കരിക്കാതിരിക്കുന്നത്, നിസ്കാരം ഖളാ ചെയ്യുന്നത്, മദ്യപിക്കുന്നത്, തോന്നിവാസങ്ങൾ ചെയ്യുന്നത്, കാണുന്നത്, പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം എൻ്റെ പരിശുദ്ധ ഖബറിലേക്ക് എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഇസ്തഗ്ഫറുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിൻ്റെ റഹ്മത്തായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഈ പ്രവാചകർ മക്കയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് മക്കയിൽ കഴിഞ്ഞുപോയ ആളുകൾ, ആ കാലഘട്ടക്കാർ, നിബിതങ്ങളുടെ ദഅവത്ത് കിട്ടാതിരുന്ന ആളുകൾ, പ്രവാചകരുടെ നുബുവത്തിന് മുമ്പ് കഴിഞ്ഞുപോയവർ, അഹ്ലുൽ ഫത്ര എന്ന് പറയുന്നവർ, അവർ രക്ഷപ്പെടുന്നവരാണ്, അവരിൽ പെട്ടവരാണ് നബി തങ്ങളുടെ ഉപ്പയും ഉമ്മയും ആമിന ബീവിയും അബ്ദുല്ലാഹി തങ്ങളും. അങ്ങനെയാണ് അവർ. നബി തങ്ങൾ വരുന്നതിന് മുമ്പ് കഴിഞ്ഞവരാണ്, അഹ്ലുൽ ഫത്രയാണ്. തങ്ങൾക്ക് നബി പ്രവാചകത്വം ലഭിക്കുന്നത് 40-ാമത്തെ വയസ്സിലല്ലേ? ആ 40-ന്റെ മുമ്പ് നബി തങ്ങൾ റസൂലല്ല. ആ കാലഘട്ടങ്ങളിൽ മരിച്ചുപോയവർ ഈസ നബിയുടെയും നമ്മുടെ നബിതങ്ങളുടെയും ഇടയിലുള്ള 5 നൂറ്റാണ്ടുകാലത്തെ മക്കയിലും പരിസരത്തും കഴിഞ്ഞുപോയ ആളുകൾ മുഴുവനും രക്ഷപ്പെടുന്നവരാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ പക്ഷം. അവർ അല്ലാഹു ശിക്ഷിക്കൂല. എന്താണ് നല്ലത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രവാചകനോ ഒരു വേദഗ്രന്ഥമോ ഇല്ലാതിരുന്ന കാലമല്ലേ അത്? അതുകൊണ്ടാ പ്രവാചകരുടെ ഉപ്പയും ഉമ്മയും രക്ഷപ്പെടുന്നവരാണ് എന്ന് പറയാനുള്ള ഒന്നാമത്തെ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഒരു പ്രവാചകനെ നിയോഗിക്കാതെ ഒരു സമൂഹത്തെയും നാം ശിക്ഷിക്കുകയില്ല. പ്രവാചകർ അന്തിമ റസൂലാണ് നമുക്ക്. പുണ്യനബി ലോകത്തിന്റെ റഹ്മത്തുൽ ലിൽ ആലമീന വ റസൂലുൽ ലിസ്സഖലൈൻ, ജിന്നുകൾക്കും മനുഷ്യർക്കും ഖിയാമത്ത് നാൾ വരെയുള്ള റസൂല നമ്മുടെ റസൂല് മുഹമ്മദ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ഹബീബിന്റെ ശരീഅത്ത് സ്വീകരിച്ചേ പറ്റൂ. തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർ അതിൽപ്പെട്ടവരാണവർ. റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അർബഅത്തുൻ യഹ്തജൂന യൗമൽ ഖിയാമ, 4 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് വന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തർക്കിക്കുമത്രേ, അവരുടെ വാദം സമർപ്പിക്കും. 1 റജുലുൻ അസ്വമ്മു, ചെവി കേൾക്കാത്ത മനുഷ്യൻ. മറ്റൊന്ന് ബുദ്ധിയില്ലാതിരുന്ന മനുഷ്യൻ, അഹ്മഖു. വറജുലുൻ ഹരിമു, പ്രായമായ മനുഷ്യൻ. വറജുലുൻ മാത ഫീ ഫത്ര, പ്രവാചകർ നബിയായി വരുന്നതിന് മുമ്പ് മരിച്ചുപോയവർ. 4 ആളുകൾ. ഒന്ന് ചെവി കേൾക്കാത്ത ആൾ, മറ്റൊന്ന് ബുദ്ധിയില്ലാതിരുന്ന ആൾ, മെന്റലി റിട്ടാർഡഡ്, മെന്റലി ചാലഞ്ച്ഡ്. ബുദ്ധിയില്ലാതെ അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഓട്ടിസം ബാധിക്കുന്ന കുട്ടികൾ അങ്ങനെയായിരിക്കും. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർ, അങ്ങനത്തെ. പിന്നെ ഒരു പ്രായമുള്ള മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഫത്രത്തിന്റെ കാലത്ത് മരിച്ച മനുഷ്യൻ. 4 പേരും അല്ലാഹുവിനോട് വന്ന് പരാതി പറയും. അമ്മൽ അസ്വം, ചെവി കേൾക്കാത്ത ആള് വന്ന് പറയും, ഫയഖൂലു റബ്ബി, പടച്ചവനെ, ലഖദ് ജാഅൽ ഇസ്ലാം, ഇസ്ലാം കടന്നു വന്നപ്പോ മാ അസ്മഉ ശൈആ, എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു റബ്ബേ ഇവിടെ ദീനുണ്ടായിരുന്നുവെന്ന് ഞാൻ കേട്ടില്ലായിരുന്നു റബ്ബേ. വഅമ്മൽ അഹ്മഖു, ബുദ്ധിയില്ലാത്ത ആള് പറയും, റബ്ബി, പടച്ചവനെ, ലഖദ് ജാഅൽ ഇസ്ലാം, ഇസ്ലാം കടന്നു വന്നപ്പോ വസ്സുബിയാനു യഹ്ദിഫൂനനി ബിൽ ബഅർ, കന്നുകാലികളുടെ കാഷ്ടം ഉണങ്ങിയതിനാണ് ബഅർ എന്ന് പറയാ. ചെറിയ കുട്ടികളൊക്കെ ആ കല്ലുകളെ കൊണ്ടോ അവശിഷ്ടങ്ങളെ കൊണ്ടോ എന്നെ എറിയുകയായിരുന്നു റബ്ബേ, എനിക്ക് ബുദ്ധിയില്ലായിരുന്നു. ആ കാലത്തല്ലേ ഞാൻ ഇസ്ലാം കാണുന്നത്. അമ്മൽ ഹരിമു,
പ്രായമായി അത്തും വിത്തും പിടിച്ച പ്രായം, ബുദ്ധി നഷ്ടപ്പെടുന്ന, ഓർമ്മ നഷ്ടപ്പെടുന്ന, ഡിമെൻഷ്യ വരുന്ന പ്രായം. ആ പ്രായക്കാര് പറയും, റബ്ബി ലഖദ് ജാഅൽ ഇസ്ലാമു വമാ അഖിലു ശൈആ. ഇസ്ലാമിനെ പറ്റി ഞാൻ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവെനിക്കില്ലായിരുന്നു റബ്ബേ. വാർദ്ധക്യം എന്നെ തളർത്തിക്കളഞ്ഞിരുന്നു. ഇതൊക്കെ ജനിച്ചിട്ട് കേൾക്കാൻ പറ്റുന്നവരെ കുറിച്ചോ ജനിച്ചിട്ട് അറിയാൻ പറ്റുന്നവരെ കുറിച്ചോ അല്ല. ആദ്യമായിട്ട് ഇസ്ലാം കേൾക്കുമ്പോൾ തന്നെ പ്രായമായതിനു ശേഷം അറിയുന്നത്. ചെവി കേൾക്കാത്ത അവസ്ഥയിലാണ്, ബുദ്ധിയില്ലാത്ത അവസ്ഥയിലാണ്. പ്രവാചകരുടെ ഉമ്മയായ അബ്ദുള്ള തങ്ങളും ഉമ്മയായ ആമിന ബീവിയും ഉപ്പയായ അബ്ദുള്ള തങ്ങളും വല്യുപ്പ അബ്ദുൽ മുത്തലിബും ഇവരെല്ലാം കഴിഞ്ഞുപോയ ഫത്തറത്തിന്റെ കാലക്കാർ. അവര് പറയും, പടച്ചവനെ, ഒരു റസൂലും ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ അള്ളാഹുവിനോട് പരാതി പറയുമ്പോ റബ്ബ് തആല അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, നബി തങ്ങളുടെ അഹ്ലു ബൈത്താണ്. നബി തങ്ങളുടെ ഉമ്മയും ഉപ്പയും അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാ. മൻ റളിയ മിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്. അല്ലാമ ഇബ്നു ജരീർ, മുഹമ്മദ് ഇബ്നു ജരീർ അത്ബരി അവിടെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഈ ആയത്തിനെ കുറിച്ച്, നബിയേ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്, അങ്ങേക്ക് അല്ലാഹു നൽകും നബിയേ നാളെ പരലോകത്ത്. ഫതർളാഹ്, അങ്ങേക്ക് മനസ്സിന് സന്തോഷം വരും നബിയേ. Allah will give you in abundance until you will feel content. അങ്ങേക്ക് മതിവരോളം അല്ലാഹു തരും നബിയേ. ഇതാണ് ഖുർആന്റെ ആശയം. അങ്ങേക്ക് മതിവരോളം അല്ലാഹു തരും നബിയേ. വമിൻ റിളാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽക്ക് മതി വരണമെങ്കിൽ അല്ലാ യദ്ഖുല അഹദും മിൻ അഹ്ലി ബൈതിഹിന്നാർ, നബി തങ്ങളുടെ വീട്ടുകാരിൽപ്പെട്ട ഒരാളും നരകത്തിലേക്ക് പോകുന്നത് ഹബീബിന് ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മയും ഉപ്പയും അടക്കം സ്വർഗത്തിൽ വന്നാലേ ഹബീബിന് ഇഷ്ടമാകൂ. അങ്ങനെ ഹബീബിന് ഇഷ്ടമാകുന്നവരെ അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉമ്മയും ഉപ്പയും അടങ്ങുന്ന അഹ്ലു ബൈത്ത്, അവിടുത്തെ വീട്ടുകാർ സ്വർഗത്തിലേക്ക് എത്തുന്നവരാണ് എന്നല്ലയോ അതിൻ്റെ അർത്ഥമെന്ന് സമർത്ഥിക്കുന്നത് എൻ്റെ വാദമല്ല. അല്ലാമ സുയൂത്തി തങ്ങൾ സമർത്ഥിക്കുകയാണ്. യാ അല്ലാഹ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു അത്രേ. അബൂ സഈദ് എന്നവർ ശറഫുൻ നുബുവയിൽ ഉദ്ധരിക്കുന്നു, മുല്ലാ തങ്ങളുടെ സീറയിലുണ്ട്, സഅൽതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാ യുദ്ഖിലന്നാറ അഹദൻ മിൻ അഹ്ലി ബൈതി, എൻ്റെ വീട്ടുകാരിൽപ്പെട്ട ഒരാളെയും നരകത്തിൽ കടത്തരുത് എന്ന് ഞാൻ റബ്ബിനോട് ചോദിച്ചപ്പോൾ എനിക്കത് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബിൻ്റെ ഉമ്മയോ ഉപ്പയോ നരകത്തിലാണെന്നോ അവര് മുസ്ലിമീങ്ങളല്ലെന്നോ മുശ്രിക്കുകളാണെന്നോ പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം. അതുമാത്രമോ, തബ്ബത് സൂറത്ത് അറിയില്ലേ, ഒരുമിച്ച് ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഇതാണ് പറയുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത്, നബിതങ്ങൾ ജനിച്ച ദിവസം അബൂ ലഹബ് എന്ന് പറയുന്ന നരകത്തിലാണ് എന്ന് പറഞ്ഞ നബിതങ്ങളുടെ മൂത്താപ്പ അബൂ ലഹബ് തബ്ബത് യദാ അബീ ലഹബിൻ. അബീ ലഹബ് അബൂ ലഹബ് രണ്ടൊന്നാണ്, ഒരാളാണ്. അബൂ ലഹബ് നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അബൂ ലഹബ് റസൂലുള്ളാഹി തങ്ങളുടെ ജനനം നടക്കുമ്പോൾ സ്വന്തം അനുജന് ഒരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേര് മുഹമ്മദാണ് എന്ന് പേരിട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു,
സുവൈബത്തുൽ അസ്ലമിയ, ആ സുവൈബ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ മോചനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് അബൂലഹബ്. ആ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിന് നരകശിക്ഷയിൽ ഇളവുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു കാഫിറായ മനുഷ്യൻ ഹബീബ് ജനിച്ച ദിവസം സന്തോഷിച്ചതിന്, നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന് ഹബീബിന്റെ ജന്മനാളായ തിങ്കളാഴ്ചയിൽ നരകശിക്ഷയിൽ ഇളവുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ ആളുകൾ ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുമ്പോൾ അവർക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കില്ലയോ? അത് മാത്രം ചിന്തിച്ചാൽ പോരെ. അതിനെ സംബന്ധിച്ച് തന്നെ കവിതകൾ ചൊല്ലിയ എത്രയോ മഹത്തുക്കളുണ്ട്. അത് മാത്രം റസൂലുള്ളാഹി തങ്ങളുടെ മൂത്താപ്പയ്ക്ക് ഇങ്ങനൊരു ഇളവ് ആ മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ ജന്മത്തിൽ സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടേ? في يوم الاثنين دائما يخفف عنه للسرور بأحمدا إذا كافرا جاء ذمه وتبت يداه في الجحيم مخلدا. തബ്ബത് യദാഹു എന്ന് പറഞ്ഞ് നരകത്തിലാണ് എന്നുമെന്നും അത്രമേൽ ഹബീബിനെ ഉപദ്രവിച്ചൊരു മുത്താപ്പ, ആ മനുഷ്യന് എല്ലാ തിങ്കളാഴ്ചയും നരകശിക്ഷയിൽ ആ മനുഷ്യന് ഇളവുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും മുഹമ്മദ് നബി തങ്ങൾ ജനിച്ചതുകൊണ്ട് സന്തോഷിച്ചതിന്റെ പേരിൽ. അത് ഈ കാഫിറായ മനുഷ്യനുണ്ടെങ്കിൽ ഇത് കാഫിറിന്റെ അവസ്ഥയാണെങ്കിൽ, മുവഹിദായി തൗഹീദിൽ വിശ്വസിച്ച് ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന ഒരു മുഅ്മിനിന് എന്തുകൊണ്ടും അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഒരു പുണ്യദിനം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആചരിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച മറ്റൊരു വസ്തുതയുണ്ട്, ചുരുക്കി പറയാൻ. പുണ്യനബി തങ്ങൾ കടന്നു വന്ന പിതാക്കന്മാർ അവര് മുഴുവനും ആദം നബി വരെയുള്ള നബി തങ്ങളുടെ ഉപ്പമാർ സജ്ജനങ്ങളായിരുന്നു, സ്വാലിഹീങ്ങളായിരുന്നു. അവരാരും ബഹുദൈവ ആരാധന ചെയ്തവരായിരുന്നില്ല. ഉറപ്പിച്ചു വെക്കുക. അത് അബ്ദുൽ മുത്തലിബ് ആവട്ടെ, ഹാഷിം, അബ്ദുമനാഫ് ആവട്ടെ, അങ്ങനെ തുടങ്ങി നബിതങ്ങളുടെ പിതാക്കന്മാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്തുന്നത് നബിയുടെ ഉപ്പമാരുടെ പേര് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരാരും, അപ്പൊ ഒരു ചോദ്യം വരുന്ന ഒരൊറ്റ വിഷയമായിരിക്കും, ഇബ്രാഹിം നബിയുടെ വാപ്പയോ ആസർ എന്നല്ലേ പറയുന്നത്? അദ്ദേഹം ബിംബാരാധന ചെയ്തിരുന്ന ആളല്ലയോ? ആസർ എന്നത് ഇബ്രാഹിം നബിയുടെ എളാപ്പയായിരുന്നു, വാപ്പയായിരുന്നില്ല. ഇത് ഹദീസാണ്, ഞാൻ പറയല്ല. അന്ന ആബാ അൽ അംബിയാഇ മാ കാനൂ കുഫാറാ. പ്രവാചകന്മാരുടെ ഉപ്പമാർ ആരും തന്നെ ബഹുദൈവ ആരാധനയോ ദൈവനിഷേധമോ ചെയ്തവരല്ല. എന്തുകൊണ്ട്? ഖൗലുഹു തആല അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ. നബിയേ, സുജൂദ് ചെയ്യുന്ന ആളുകളുടെ മുതുകുകളിലൂടെ, സുജൂദ് ചെയ്യുന്ന പിതാക്കന്മാരിലൂടെ അങ്ങ് കടന്നു വരുന്നതും അല്ലാഹു കാണുന്നവനാണ് എന്നും ഈ ആയത്തിനർത്ഥമുണ്ട്. ഇത് മാത്രമല്ല അർത്ഥം, അതും സമ്മതിക്കാം. ഇതും ഈ ആയത്തിന്റെ അർത്ഥമാണ്. അങ്ങനെ വരികയാണെങ്കിൽ സാജിദീങ്ങളായ പിതാക്കന്മാരിലൂടെ, സുജൂദ് ചെയ്യുന്നവരിലൂടെ, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നവരിലൂടെയാണ് ആദം നബി മുതൽ അബ്ദുള്ള തങ്ങൾ വരെ നബിയുടെ ഉപ്പമാർ. അപ്പൊ ആസർ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി യതീമായി ജനിച്ച മോനാ. ഇബ്രാഹിം നബിയുടെ ഉപ്പയായിരുന്നു താറഖ്. ആ താറഖ് എന്നവര് ചെറുപ്പത്തിലെ ഇബ്രാഹിം നബി കുഞ്ഞായിരിക്കെ വഫാത്തായിട്ടുണ്ട്. പിന്നെ പോറ്റി വളർത്തി ആസർ എന്ന് പറയുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി യഖൂലു ലി അബീഹി ആസറ, തൻ്റെ എളാപ്പയായ ആസർ. ആ അബ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വാപ്പ എന്നർത്ഥമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ തന്നെ അതിന് തെളിവാണ്.
തൻ്റെ പിതാവിനോട് അർത്ഥം വെക്കരുത്. കാരണം അറബ് ഭാഷയിൽ പിതാവ് എന്നൊരു മകൻ പറഞ്ഞിട്ട് വാപ്പയുടെ പേര് പറയാൻ പാടില്ല എന്നാണ്. അത് വാപ്പയോട് അത് അറബ് ഭാഷയിലില്ല. മലയാളത്തിലുണ്ടായിരിക്കാം, ഇംഗ്ലീഷിലുണ്ടായിരിക്കാം, അറബ് ഭാഷയിൽ അതില്ല. അതുകൊണ്ട് അബീഹി എന്ന് പറഞ്ഞ് ആസർ എന്ന് പറയുമെന്ന് തന്നെ മനസ്സിലായി ഇത് അറബ് സംസ്കാരത്തിനെതിരാണ്. വാപ്പയെക്കുറിച്ച് വാപ്പയുടെ പേര് മകനെടുത്ത് പറയൂല. അതുകൊണ്ട് തന്നെ വാലിദ് എന്ന് പറഞ്ഞാൽ വാപ്പയാണ്, അബ് എന്ന് പറഞ്ഞാൽ വാപ്പയാകാം, എളാപ്പയാകാം, വല്ലിപ്പയാകാം. യാക്കൂബ് നബിയുടെ മരണസമയത്ത് നടന്ന സംഭവം ഖുർആൻ പറയുന്നത് അതിന് തെളിവാണ്. പക്ഷെ ഹബീബിന്റെ ഹദീസുകൾ നോക്കൂ. ഇത് പറയുമ്പോൾ ഹദീസുകൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ ആശയം അങ്ങനെ തന്നെയാണോ എന്ന് തോന്നുന്നത്. കാരണം ആസർ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ആസർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കല്ലെറിയാൻ നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തു പറഞ്ഞിട്ടുണ്ട്? ഞാൻ നിങ്ങൾക്ക് സഅസ്തഗ്ഫിറു ലക റബ്ബീ, എൻ്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് മാപ്പിനെ ചോദിക്കും. ഇളാപ്പാ, വാപ്പാന്ന് അർത്ഥം കൊടുക്കുകയാണെങ്കിലേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കും. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവുല്ലാഹ്, ആസർ എന്ന് പറഞ്ഞ മനുഷ്യൻ അല്ലാഹുവിന്റെ ശത്രുവാണ് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തു പറഞ്ഞു? ഫസ്തഗ്ഫറ റബ്ബഹു, അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു. റബ്ബേ, കാഫിറായി മരിച്ചു പോകുന്ന ഒരു മനുഷ്യന് ഞാൻ പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇബ്രാഹിം നബി ആസറിന് മാപ്പ് ചോദിക്കുന്നത് നിർത്തിവെച്ചു. പക്ഷേ ഇബ്രാഹിം നബി സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നീട് ഇതെങ്ങനെ സംഭവിച്ചത്? ആസർ ജീവിച്ചിരിക്കുന്ന കാലമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ഠാരത്തിലേക്ക് എറിയപ്പെടുന്നത്. അത് ബാബിലോണിയയിലാണ്. ബാബിലോൺ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ ചാംലി ഉർഫ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ചാംലി ഉർഫ, അങ്ങോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. സൂറത്ത് യാസീനിൽ പറഞ്ഞ അന്താക്കിയ ഉള്ള പ്രദേശം അതാണ്. അന്താക്കിയയിൽ എവിടെയാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുക? അതിന് പുതിയൊരു പേരുണ്ട്, മറന്നു, ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഈ പരീക്ഷണങ്ങൾ നടന്ന നാട് എവിടെയാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് എറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊരു പോർലുമേൽക്കാതെ വന്നപ്പോൾ ആസർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കണേ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഞാൻ പോറ്റിയ മകനായതുകൊണ്ടാ ഇബ്രാഹീമിൻ്റെ ദേഹത്ത് തീ പിടിക്കാത്തത് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തീയുടെ ചില ഷററുകൾ, ചില തീപ്പൊരികൾ ഈ മനുഷ്യൻ്റെ ദേഹത്ത് പിടിക്കുകയും അടിമുതൽ മേലോളം തീ പിടിച്ച് മരിക്കുകയും ചെയ്തു ആസർ. അപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ശത്രുവായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ടാണ് മക്കയിലേക്ക് വരുന്നത്. മക്കയിൽ ഇബ്രാഹിം നബി വരുമ്പോൾ 120 വയസ്സാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ഇബ്രാഹിം നബി 200-ാമത്തെ വയസ്സിൽ വഫാത്തായ നബിയാണ്. ഇബ്രാഹിമിന്റെ ഖബറുള്ളത് ഫലസ്തീനിലാണ്, ഹിബ്രോനിലാണ്, അൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇരിക്കട്ടെ, ആസറിന്റെ ചരിത്രം കഴിഞ്ഞു. അള്ളാഹ് പറഞ്ഞത് അദുവുല്ലാഹ്, അള്ളാഹിന്റെ ശത്രുവാണ്. അതുകൊണ്ട് എൻ്റെ വാപ്പ നിങ്ങൾക്ക് ഞാൻ പൊറുക്കലിനെ ചോദിക്കും എന്ന് പറഞ്ഞെങ്കിലും വാപ്പ എന്ന പ്രയോഗം അത് വാപ്പയല്ല, അത് എളാപ്പയായിരുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ മക്കയിൽ വന്നിട്ട് ഇബ്രാഹിം നബി ദുആ ചെയ്ത ഒരു ദുആ പഠിക്കണം. ആ ദുആ ഇങ്ങനെയാണ്: റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ. തീയിലെറിയുമ്പോൾ ഇബ്രാഹിം നബിക്ക് 16 വയസ്സാണ്, 16, ടീനേജറാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. 180-ലാണ് ഈ ദുആ ദ്വാരക്കണത്. ആസറിന്റെ മരണം കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട്, 100-ലേറെ കൊല്ലം കഴിഞ്ഞ്, 104 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദുആ. അതുകൊണ്ട് രണ്ടാമത് പറയുന്ന ഈ ദുആ ശരിക്കും മനസ്സിലാക്കണം. ആസർ ഫലമ്മാ തബയ്യന അന്നഹു അദുവുല്ലാഹ്, അള്ളാഹിന്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ട ആളാണ് ആസർ. ഇനി നോക്കണം ഇബ്രാഹിം നബി ചെയ്ത ദുആ. കാഫിറായി മരിച്ചുപോയ ഒരാൾക്കും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ പാടില്ല എന്നാ. ജീവിച്ചിരിക്കുന്ന ഒരു അള്ളാഹുൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ദുന്യാവിൽ ഖൈർ കിട്ടാൻ വേണ്ടി ദ്വാരക്കാം. പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. പുണ്യനബി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാതിരുന്നത് അതിന്റെ പേരിലാണെന്ന് വെച്ച് കെട്ടരുത്. അത് ചേർത്ത് പറയാൻ. ഉമ്മാക്ക് വേണ്ടി, ആമിന ബീവിക്ക് വേണ്ടി അബവായിൽ സിയാർത്ത് ചെയ്തപ്പോൾ നബി തങ്ങൾക്ക് അള്ളാഹു അനുമതി നൽകിയില്ല പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മഹാന്മാർ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം എല്ലാ ഹദീസുകളും ചേർത്ത് വെക്കുമ്പോൾ ഷഹീദുകൾക്ക് മയ്യിത്ത് നിസ്കാരമില്ല. ഷഹീദായി മരിച്ച ഒരാൾക്ക് മയ്യിത്ത് നിസ്കാരമില്ല. എന്തുകൊണ്ടില്ല?
അവർ അതിലും പവിത്രതയിലാണ്. അവർക്ക് മൈത്തിസ്കരിക്കാൻ, അവർക്ക് ആ ഷഹീദാകുന്നതോടുകൂടെ അള്ളാഹു പുറത്തു കൊടുത്തുന്ന അതിൻ്റെ അർത്ഥം അവർ പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ലാത്തവരായതിൻ്റെ പേരിലാണോ? നബിയെ, അങ്ങയുടെ മാതാവ് അങ്ങേക്ക് ജന്മം നൽകിയ മാതാവാണ്. അങ്ങയുടെ ശരീരം ചേർന്ന് കിടക്കുന്ന മദീനയിലെ മണ്ണാണ് ലോകത്തമായതെങ്കിൽ അത് അങ്ങയുടെ ശരീരം വന്ന് കിടന്നപ്പോൾ കിട്ടിയ പുണ്യമാണ് റൗളക്ക്. അങ്ങനെയെങ്കിൽ അങ്ങയുടെ ശരീരം വളർന്ന ഒരു ഗർഭാശയമുള്ള ആ ഉമ്മയുടെ ശരീരം അങ്ങയോട് ചേർന്ന് കിടന്ന് ആ ഉമ്മയുടെ ഗർഭാശയത്തിലാണ് അങ്ങയുടെ മാംസവും എല്ലും രൂപപ്പെട്ടതെങ്കിൽ, അങ്ങ് വഫാത്തായതിനു ശേഷം ചേർന്ന് വന്ന് കിടക്കുന്ന മണ്ണിന് പുണ്യമുണ്ടെങ്കിൽ അങ്ങയുടെ ജനനവും അങ്ങയുടെ വളർച്ചയും നടന്ന ഗർഭാശയമുള്ള ആ ഉമ്മാക്ക് പുണ്യമുണ്ടാവുകയില്ലയോ? നമ്മൾ എന്തായി മനസ്സിലാക്കുന്നത്? ലോജിക്കല്ലേ അത് മനസ്സിലാക്കാൻ? ലോജിക്കല്ലേ അത്? ഹബീബിന്റെ ഉമ്മക്ക് പുണ്യമില്ലെന്ന് എങ്ങനെ പറയും? ആ ഉമ്മയില്ലല്ലേ പുണ്യനിബിധങ്ങൾ? അല്ലെങ്കിൽ അർത്ഥം എന്താ? വാപ്പയും ഉമ്മയും മുശ്രിക്കുകളായിരുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല അത്. അങ്ങനെയാണെന്ന് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ഒരാൾ പറയുകയാണെങ്കിൽ 40 വയസ്സാകുമ്പോൾ നിബിധങ്ങൾ കുഫറിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് പറയേണ്ടി വരൂലേ? അതല്ലേ അങ്ങനെ വരിക? അങ്ങനെയാണോ പ്രവാചകന്മാരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഉമ്മയെ വാപ്പയെ പറ്റി പറയുമ്പോൾ തർദിയത്ത് ചെയ്യണമെന്ന്, റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്നാണ്. അത്രമേൽ പുണ്യമാണവർ. നിബിധങ്ങൾക്ക് ജന്മം നൽകിയവരാ. ഹബീബിന്റെ നുത്ഫ കൊണ്ട് നടന്ന ഒരു പിതാവിന്റെ ളുഹർ, ആ അബ്ദുള്ള എന്നവര് മുശ്രിക്കാണെന്നു നിബിധങ്ങൾ അഫ്ദലുർ റസൂൽ, ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും റസൂലിന്റെ ശഫാഅത്തുണ്ട്, അവർക്ക് ജന്മം നൽകി ഉമ്മാക്ക് വാപ്പാക്ക് അത് കിട്ടൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറഞ്ഞത് എത്ര വലിയ അബദ്ധമാണ്, എത്ര വലിയ നന്ദികേടാണ്. സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും ദുആ ഇരക്കണേ എന്ന് പഠിപ്പിക്കുക ഖുർആൻ. റസൂലുള്ളാഹി നിങ്ങളോട് പറയാ, വഖുൽ, അങ്ങ് പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞാൻ കുഞ്ഞായിരുന്ന നാളിൽ എന്നെ പോറ്റി വളർത്തിയ പോലെ എനിക്ക് ജന്മം തന്നതിന് അല്ലാഹുവേ എൻ്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ. ഖുർആൻ പറഞ്ഞു, നബിയെ നിങ്ങൾ ദ്വാരക്കരുതേ, അങ്ങക്ക് പാടില്ല, മുഅ്മിനീങ്ങൾ ദ്വാരന്നാ മതി. അങ്ങനെയാണോ? അല്ല, അങ്ങും ദുആ ചെയ്യണം. അതൊക്കെ പോരെ? ഇതെല്ലാം ചേർത്തിയിട്ടേ സ്വഹീഹ് മുസ്ലിമിലെ ഹദീഥിനെ സമിൻ അബി വ അബാക ഫിന്നാർ എന്ന് പറഞ്ഞെടുത്ത് അബി എന്ന പ്രയോഗം തങ്ങൾ പ്രയോഗിച്ചു. അത് അബൂലഹബിനെ കുറിച്ചാണ്. എന്റെയും നിന്റെയും കുടുംബവും ബന്ധുക്കാരനുമായ അബൂലഹബ് നരകത്തിലാണ് എന്നേ അതിനർത്ഥം കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ അബൂ താലിബിനെ കുറിച്ചായിരിക്കാം. എന്നല്ലാതെ വാലിദി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വാപ്പയെ കുറിച്ച് മാത്രമാണ്. ഇബ്രാഹിം നബി ചെയ്ത ദുആ എന്താണ്? റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ. നോക്കണം, റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ആസർ എന്ന് പറഞ്ഞ അബ് എന്ന് വിളിച്ചിരുന്ന എളാപ്പയായ ആസറിന് ദുആ ഇറക്കാൻ പാടില്ലെന്ന് ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെട്ടു. കാഫിറായി മരിച്ചു എന്നും പറഞ്ഞു. ഇനി ഇബ്രാഹിം നബി ആരൊക്കെയാണ് മക്കയിൽ വന്നപ്പോ? റബ്ബനാ, പടച്ചവനെ, ഇഗ്ഫിർലി, എനിക്ക് പുറത്തു തരണമേ, വലിവാലിദയ്യ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ. ഇവിടെ പറഞ്ഞ വാലിദ് എന്ന് പറഞ്ഞോ ഡെഫിനറ്റ്ലി ഫോർ ഫാദർ ആൻഡ് മദർ. വാലിദും വാലിദത്തും ഉമ്മാക്കും വാപ്പാക്കും മാത്രമേ പറയൂ. അബ് എന്ന് പറഞ്ഞ വാക്ക് അങ്ങനെയല്ല. അബുദാബിയിൽ ദുബൈയിൽ നമ്മൾ ക്ലാസ് തുടങ്ങിയിരുന്ന കാലം, ഞാനത് കഴിഞ്ഞ ആഴ്ച ദുബൈയിൽ KMCCയുടെ പരിപാടിക്ക് പോയപ്പോൾ അത് സൂചിപ്പിച്ചു. 2001 കാലഘട്ടത്തിൽ ദുബൈ KMCCയിൽ ഖുർആൻ ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പോൾ അന്ന് ബുധനാഴ്ചയായിരുന്നു ക്ലാസ്. അന്ന് ഞാൻ ആ ക്ലാസ്സിൽ സ്ഥിരം വരുന്ന ഒരാളുണ്ടായിരുന്നു. ആൾ എവിടെയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് അയാളെ കാണുന്നില്ല. അപ്പം ഞാൻ ആരോടോ ചോദിച്ചു, നമ്മുടെ സുഹൃത്ത് എവിടെ? അപ്പോൾ പറഞ്ഞു, നിങ്ങളന്ന് ഇബ്രാഹിം നബിയുടെ വാപ്പ ആസർ അല്ല താറഹാണെന്ന് പറഞ്ഞല്ലോ. ഖുർആനിൽ അബീഹി, മലയാള പരിഭാഷയിലൊക്കെ പിതാവിനോടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഖുർആൻ പറഞ്ഞൊരു ആയത്തിന് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന തെറ്റിദ്ധാരണ കൊണ്ട് ആ മനുഷ്യപ്പോൾ ക്ലാസ്സിന് വരൽ നിർത്തിയതാണെന്ന് പറഞ്ഞു. അല്ലാ, ഓരോരുത്തർക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ അതിനപ്പുറം ഇപ്പുറം ഒന്നും മനസ്സിലാക്കാതെ ഈ ഇബ്രാഹിം നബി ഉമ്മാക്കും വാപ്പാക്കും ദ്വാരന്നിട്ടുണ്ട്. അത് വാലിദയ്യ എന്ന് പറഞ്ഞിട്ടാ. അത് മരിച്ചുപോയ ആസറിന് വേണ്ടി ദ്വാരക്കോ? അങ്ങനെ അത് വാപ്പയായിരുന്നെങ്കിൽ? അതുകൊണ്ട് മനസ്സിലായി, അബ് എന്ന് പറഞ്ഞ ആസർ വാപ്പയല്ല, എളാപ്പയാണ്. ഇബ്രാഹിം നബിയുടെ വാലിദ് താറഹാൻ. അല്ലാമ ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ അടക്കമുള്ള ഇബ്നു അബ്ബാസ് തങ്ങളുടെ റിവായത്തുകളുണ്ട്. ഇതൊക്കെ ഹുക്മു റഫ്ഇൽ കിടക്കുന്ന സംഭവങ്ങളാണ്. അവരുടെ പിതാവ് താറഹായിരുന്നു. താറഹ് എന്ന് പറഞ്ഞ നല്ല മനുഷ്യനായ ഇബ്രാഹിം നബിയുടെ വാപ്പ. എളാപ്പ ഇങ്ങനെ ബിംബാരാധകനാണ്. പക്ഷേ നബി തങ്ങളുടെ പരമ്പര പോകുന്നത് ഇബ്രാഹിം ഇബ്നു താറഹ്, താറഹിൻ്റെ മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ നൂഹ് നബിയിലേക്ക്, നൂഹ് നബിയിൽ നിന്നും ആദം അലൈഹിസ്സലാമിലേക്ക്, ആ പരമ്പരയിലുള്ള മുഴുവൻ ആളുകളും
അള്ളാഹുവിനെ അംഗീകരിച്ച മുഅ്മിനുകളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മിനൽ അസ്ലാബി സക്കിയ്യത്തി ത്വാഹിറ മിനൽ അസ്ലാബി സക്കിയ്യ അൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയ്യത്തി ത്വാഹിറ حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط. ഇത് ഹദീസാണ്. ഹദീസിന്റെ മഅനയാണ് പറയുന്നത്. ഒരു വ്യഭിചാരം ചെയ്ത ഉമ്മയോ വാപ്പയോ എൻ്റെ തറവാടിൽ വംശപരമ്പരയിൽ കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ശരീഅത്തനുസരിച്ച് നിക്കാഹ് ചെയ്തവരാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിലൂടെ കടന്നു വന്ന ഒരു പരമ്പരയല്ല എൻ്റെ പരമ്പര. വലം യൽതഖിയ അലാ സിഫാഹ് ഹത്താ അഖ്റജനി അല്ലാഹ് മിൻ ബൈനി അബവയ്യ, എൻ്റെ മാതാപിതാക്കളിലൂടെ. സിയാഖിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ അബവയ്യ എന്ന് പറഞ്ഞാൽ വാലിദയ്യ. അറബ് ഭാഷ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ അറിയും. എവിടെ അബു പറഞ്ഞാൽ പിതാവാണ്, എവിടെ അബു എന്ന് പറഞ്ഞാൽ പിതാവല്ല എന്ന്. ഇപ്പൊ യാഖൂബ് നബി അലൈഹിസ്സലാം മക്കളോട് അവര് വഫാത്താകാൻ കിടക്കുമ്പോൾ അം കുൻതും ശുഹദാ إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق. യാക്കൂബ് നബി മക്കളോട് ചോദിച്ചു, മക്കളെ, ഞാൻ മരിക്കുകയാണ്, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഖാലൂ, മക്കൾ പറഞ്ഞു, നഅ്ബുദു ഇലാഹക, അങ്ങയുടെ ആരാധ്യനായ അല്ലാഹു, വ ഇലാഹ ആബായിക. നോക്കണം, ആബ, അബ് എന്നതിൻ്റെ ബഹുവചനമാണ് ആബ. അങ്ങയുടെ പിതാക്കന്മാർ. യാക്കൂബ് നബിന്റെ വാപ്പാരാ? യാക്കൂബ് നബിയുടെ ഉപ്പയാരാ? ഇസ്ഹാഖ് നബിയാണ്. ഇസ്ഹാഖ് നബിന്റെ ഉപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി ആരാ? യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മൂത്താപ്പയാണ്. അങ്ങനെ യാക്കൂബ് നബിന്റെ ഉപ്പയാണ് ഇസ്ഹാഖ് നബി. ഇസ്ഹാഖ് നബിന്റെ ജ്യേഷ്ഠനാണ് ഇസ്മായിൽ നബി. അപ്പൊ ഇസ്മായിൽ നബി ആരാ? മൂത്താപ്പയ യാക്കൂബ് നബിയുടെ. എന്നിട്ട് പറയണം, മക്കള് ഖുർആൻ ഉദ്ധരിക്കുകയാണ്, ഉപ്പ നിങ്ങളുടെ വാപ്പമാരായ ഇബ്രാഹിം. അവിടെ തന്നെ പോയി, വാപ്പ അല്ല ഇബ്രാഹിം നബി, വല്ലിപ്പയാണ്. വ ഇസ്മായിൽ, ഇസ്മായിൽ നബി അമ്മാണ്, പിതാവിന്റെ സഹോദരനാണ്. അവരും പറഞ്ഞു അബ്. വ ഇസ്ഹാഖ്, നിങ്ങളുടെ പിതാവായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. അപ്പോൾ ഒരേ അബ് എന്നൊരു വാക്കുകൊണ്ട് വല്ലിപ്പാന്നും വന്നു, മുത്താപ്പാന്നും വന്നു, വാപ്പാന്നും വന്നു. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് അബീഹി ആസറ എന്ന് പറയുമ്പോഴേക്കും ഈ മലയാള പരിഭാഷ മാത്രം വായിച്ചാൽ ഇങ്ങനെ വലിയൊരു അപകടം വരും. അതിൻ്റെ തഫ്സീർ വായിക്കണം. പരിഭാഷ മാത്രം വായിച്ചാൽ ഖുർആനിലെ ചില ആശയങ്ങൾ നമുക്ക് പിടുത്തം കിട്ടൂല. ഖുർആൻ ലിയദ്ദബ്ബറു ആയാതിഹി, ഖുർആൻ ഡിസേർവ്സ് പോണ്ടറിംഗ് ആൻഡ് ഡീപ് തിങ്കിങ്. ഖുർആൻ ധാരാളം ഇറങ്ങിച്ചെന്ന് ആലോചിച്ച് പഠിക്കേണ്ട ഗ്രന്ഥമാണെന്നാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ വരരുത്. ഹബീബിൻ്റെ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലേക്ക് പോകുന്ന നാജിയാൻ, രക്ഷപ്പെടുന്നവരാണ് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ മുഴുവനും, ഷാഫിഈ മദ്ഹബിലെ അയിമ്മത്തുകൾ. നാം സുയ്യിത്ത് അതിനെക്കുറിച്ച് തന്നെ മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, മസാലിക്കുൽ ഹുനഫാ ഫി വാലിദയിൽ മുസ്തഫ. അങ്ങനെയുണ്ടൊരു കിതാബ്. നബിതങ്ങളുടെ ഉപ്പയും ഉമ്മയും രക്ഷപ്പെടുന്നവരാണ് എന്ന് സമർത്ഥിക്കുന്ന ഗ്രന്ഥമാണ്. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തനഖല അഹ്മദു നൂറൻ അദീമാ തലഅല ഫീ ജിബാഹി സാജിദീനാ തഖല്ലബ ഫീഹിം ഖർനൻ ഫഖർനാ ഇലാ അൻ ജാഅ ഖൈറൽ മുർസലീനാ. അമ്പിയാക്കന്മാരിലൂടെ, പരിശുദ്ധമായ പരമ്പരയിലൂടെ പുണ്യനിബിതങ്ങൾ കടന്നു വന്നു. ഈ ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ അവസാനം പറഞ്ഞൊരു കവിതയുണ്ട്. ആ കവിത കൂടി ചൊല്ലി അതിൻ്റെ ഒരു ചരിത്രവും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് പറഞ്ഞ സമയം 11:30 11:31 ആവൂല. ഓക്കെ, നമ്മൾ അധ്യാപകരായതുകൊണ്ട് പീരീഡിന് ബെല്ലടിക്കും മുമ്പ്, എൻ്റെ സ്കൂളിലൊന്നും ബെല്ലില്ല. അപ്പം നമ്മൾ ടൈം നോക്കിയിട്ടാണ് പീരീഡ് സ്റ്റോപ്പ് ചെയ്യുക. ക്ലാസ് തുടങ്ങാനും ബെല്ലുണ്ടാവില്ല, ബ്രേക്കിന് പോയാലും ബെല്ലില്ല, ബ്രേക്ക് തിരിച്ചു വരാം. അത് കുട്ടികളും അറിയണം, മാഷന്മാരും അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം നോക്കാറുണ്ട്. നിങ്ങൾ ബേജാറാവണ്ടേ. ആ ഒരു മിനിറ്റ് ഞാൻ വീണ്ടെടുക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ വർത്താനത്തിന്. ആമിന ബിഹി റളിയല്ലാഹു അൻഹ من طريق الزهري أم سماعة بنت أبي رحم عن أمها قالت شهدت آمنة رضي الله عنها. ദലായിലു നുബുവയിൽ അബൂ നഈം അൽ അസ്ഫഹാനി തങ്ങൾ ഉദ്ധരിച്ചതാണ്. ഇതിന് റിവായത്തിനെ കുറിച്ച് ദുഅഫുണ്ട് എന്ന അഭിപ്രായമുണ്ട്. അതൊന്നും ഈ തെളിവ് ഉദ്ധരിക്കുന്നതിന് തടസ്സവുമല്ല. ബിസനദിൻ ദഈഫിൻ, അങ്ങനെ തന്നെയാണ്. എന്തല്ല, മൗദൂ അല്ല, ഇത് മഖ്ദൂബ് അല്ല, ദുഅഫുണ്ടെന്നേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ
ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. പുണ്യനബി തങ്ങൾ ഉമ്മയുടെ കൂടെ മദീനയിൽ പോയി. എന്തിനെന്നറിയോ? വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വാപ്പയാണ് ആദ്യം മരണപ്പെട്ടത്. ഹബീബ് തങ്ങൾ ഉപ്പയെ കണ്ടിട്ടില്ല. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അബ്ദുല്ലാഹി തങ്ങൾക്ക് രോഗം ബാധിക്കുന്നതും വഫാത്താകുന്നതും. ആ വാപ്പയുടെ ഖബറൊന്ന് കാണിച്ചു കൊടുക്കാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് 600 കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തൊരു ബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, വാപ്പ മറവിട്ട് കിടക്കുന്നത് മംഗലാപുരത്തോ കാസർഗോഡാണെന്ന് വിചാരിക്കാം. കാസർഗോഡിൽ നമ്മൾ സുഹൃത്തുക്കളോട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് മിനിമം ട്രെയിൻ കയറിയിട്ടെങ്കിലും ഒരാഴ്ചയെങ്കിലും ഒരു മാസത്തിലെങ്കിലും കൊല്ലത്തിലെങ്കിലും പോയിട്ട് സിയാറത്ത് ചെയ്യോ? എല്ലാ സൗകര്യം ഉണ്ടല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കാൽനടയായി കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാ റസൂലുള്ളാഹി തങ്ങൾ. എന്തിന്? വഫാത്തായി പോയ ഉപ്പയെ, ആമിന ബീവി, ആ ഉപ്പയെ സന്ദർശിക്കാനും കൂട്ടത്തിൽ മദീനയിലെ കുടുംബ ബന്ധുക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും പോയ ഒരു യാത്രയാണത്. ഒരുപാട് ഉദ്ദേശങ്ങൾ ആ യാത്രയുടെ പിന്നിലുണ്ട്. അത് അല്ലാഹു ചെയ്തൊരു നിയോഗമാണ്. ആ